നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. പെയിന്റ് പണിക്കായി വന്ന വീട്ടിൽ നിന്നും സ്വർണ്ണ കോയിനുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട KECBയുടെ വാഹനം ഇലക്ട്രിക് പോസ്റ്റിലും ഓട്ടോറിക്ഷകളിലും ഇടിച്ച അപകടം. ആർക്കും പരുക്കില്ല. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ നവീകരിച്ച കോഴിത്തുമ്പ് കോളനി റോഡിന്റെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. പെയിന്റ് പണിക്കായി വന്ന വീട്ടിൽ നിന്നും സ്വർണ്ണ കോയിനുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ സ്വദേശി കളരിക്കൽ വീട്ടിൽ സുജിത്തിനെയാണ് കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ER ബൈജുവും സംഘവും അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഉണ്ടേക്കടവിലുള്ള പൊക്കത്ത് വീട്ടിൽ പ്രതാപന്റെ വീട്ടിൽ പെയിന്റ് പണി ചെയ്തു വരവെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 സ്വർണ്ണ കോയിനുകൾ പ്രതി മോഷണം നടത്തി. മോഷ്ടിച്ച സ്വർണം കൊടുങ്ങല്ലൂരിലെ ജ്വല്ലറികളിൽ ഇയാൾ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. SIമാരായ കശ്യപൻ, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PG ഗോപകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, വിപിൻ കൊല്ലാറ, ബിനിൽ എലങ്കുന്നപ്പുഴ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട KECBയുടെ വാഹനം ഇലക്ട്രിക് പോസ്റ്റിലും ഓട്ടോറിക്ഷകളിലും ഇടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കരാറടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തികൾക്കായി ഉപയോഗിക്കുന്ന കുന്നംകുളം KECB ഓഫീസിലെ വാഹനം നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും ഓട്ടോറിക്ഷകളിലും ഇടിച്ചു. കുന്നംകുളം ട്രഷറിക്ക് സമീപത്തെ CV സ്മാരക ഹാളിന് സമീപം ബുധനാഴ്ച രാവിലെ 9:40 അപകടം. അപകടത്തിൽ ആർക്കും പരുക്കില്ല. KECB ഓഫീസിൽ നിന്നും ജീവനക്കാരുമായി പുറപ്പെട്ട വാഹനം നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് CV സ്മാരക ഹാളിനോട് ചേർന്നുള്ള ഇലക്ട്രിക് പോസ്റ്റിലും തുടർന്ന് സമീപത്തെ ഓട്ടോ പാർക്കിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷകളിലും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റിന്റെ കടഭാഗം പൊട്ടി KECBയുടെ വാഹനത്തിന് മുകളിലേക്ക് വീണു. 2 ഓട്ടോറിക്ഷകൾക്കും KECBയുടെ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ആക്സിലറേറ്ററിൽ ചെരുപ്പ് കുടുങ്ങിയതാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്ന് KECB അധികൃതർ പറഞ്ഞു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ നവീകരിച്ച കോഴിത്തുമ്പ് കോളനി റോഡിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 18 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ അത്യാവശ്യമാണ് എന്ന് ജ്യോതി പറയുകയും അതുപ്രകാരം നമ്മൾ ഈ ഫണ്ട് ഇതിലേക്ക് വെച്ചത് അതാണ് കാരണം വെള്ളക്കെട്ടിൻ്റെ ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമല്ല. ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കാൻ എത്രയും പെട്ടെന്ന് വലിയൊരു ഫണ്ട് വെക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിനാണ് അതിനുള്ള സാധ്യത എന്ന നിലയ്ക്കാണ് നമ്മൾക്ക് 18 ലക്ഷം ഈ റോഡിന് വേണ്ടി അനുവദിക്കാൻ കഴിഞ്ഞത്. അത് ജ്യോതി പ്രത്യേകം പറഞ്ഞതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മളത് ചെയ്യാൻ സാധിച്ചത്. അത് വളരെ ഭംഗിയാക്കി നിർവഹിച്ചതിൽ കോൺട്രാക്ടറെ അഭിനന്ദിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. വളരെ ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന ഈ റോഡ് നമുക്കൊക്കെ അറിയാം. ഒരു കാലത്ത് ഇവിടെ നിന്ന് വെള്ളം നീങ്ങിയിട്ട് വേണം അപ്പുറത്തേക്ക് നമ്മുടെ കോഴിത്തുമ്പ് പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ടൈലിടുകയും മറ്റ് സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാന നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് വളരെ മനോഹരമാക്കി ഇവിടുത്തെ ജനങ്ങളുടെ നേരത്തെ നിലനിന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം പരിപാടികൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമാക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പണം നമുക്ക് ലഭിച്ചു. വാർഡ് മെമ്പർ വാസന്തി തിലകൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, CDS അംഗം പ്രിയ ഷിജോ എന്നിവർ സംസാരിച്ചു. ഇടവേള.